നമസ്കാരം. എല്ലാവർക്കും ഹൈഫൈ ജോബ്സിൻ്റെ മറ്റൊരു ജോബ് നോട്ടിഫിക്കേഷൻ വീഡിയോയിലേക്ക് സ്വാഗതം. ഈ ഒരു വീഡിയോയിൽ നമ്മൾ പരിശോധിക്കാൻ പോകുന്നത് കേന്ദ്ര സർക്കാരിൻ്റെ കീഴിൽ പ്രവർത്തിക്കുന്ന യൂണിയൻ ബാങ്ക് ഓഫ് ഇന്ത്യയിൽ നിലവിലുള്ള ഒഴിവുകളെക്കുറിച്ചാണ്. എക്സ്പീരിയൻസ് ഇല്ലാത്ത ആളുകൾക്കും എക്സ്പീരിയൻസ് ഉള്ള ആളുകൾക്കും അപേക്ഷിക്കാൻ കഴിയുന്ന ഒഴിവുകൾ ഉൾപ്പെടെ 347ഓളം ഒഴിവുകളിലേക്കുള്ള റിക്രൂട്ട്മെൻറ്റാണ് യൂണിയൻ ബാങ്ക് ഓഫ് ഇന്ത്യ നടത്തുവാൻ പോകുന്നത്. ഓൺലൈൻ വഴിയാണ് അപേക്ഷിക്കേണ്ടത്. ഓൺലൈൻ വഴി അപേക്ഷിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തെല്ലാമാണ്, അതുപോലെ തന്നെ നോട്ടിഫിക്കേഷനുമായി ബന്ധപ്പെട്ട ഈ പറയുന്ന വ്യത്യസ്ത ക്വാളിഫിക്കേഷനുള്ള ആളുകൾക്ക് അപേക്ഷിക്കാൻ കഴിയുന്ന വ്യത്യസ്ത പോസ്റ്റുകളാണുള്ളത്. അതുകൊണ്ട് തന്നെ ഓരോ പോസ്റ്റുകൾക്കും വേണ്ട ക്വാളിഫിക്കേഷനും മറ്റ് ഡീറ്റെയിൽസും എല്ലാം ഡീറ്റെയിൽ ആയിട്ട് അറിയാൻ ആഗ്രഹിക്കുന്ന സുഹൃത്തുക്കൾ ഈ ഒരു വീഡിയോ അവസാനം വരെ കാണുക. അതോടൊപ്പം തന്നെ എങ്ങനെയാണ് ഓൺലൈൻ വഴി അപേക്ഷിക്കേണ്ടത് എന്നുള്ള കാര്യങ്ങളും ഈ ഒരു വീഡിയോയിൽ വ്യക്തമാക്കുന്നതായിരിക്കും. ഈ ഒരു ജോബ് നോട്ടിഫിക്കേഷന്റെ കൂടുതൽ വിവരങ്ങൾ നമുക്ക് പരിശോധിക്കാം. അതിനു മുമ്പ് ഈ ഒരു ചാനലിൽ നിങ്ങൾ ആദ്യമായാണ് വരുന്നതെങ്കിൽ ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ഇനേബിൾ ചെയ്തു വെക്കുക. അതോടൊപ്പം തന്നെ ഈ ഒരു ചാനലിൽ അപ്ലോഡ് ചെയ്യുന്ന ഇതുപോലെയുള്ള ജോബ് നോട്ടിഫിക്കേഷൻ വീഡിയോസ് നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് കൂടി ഷെയർ ചെയ്ത് നൽകുക. ഹൈഫൈ ജോബ്സിന്റെ ഫേസ്ബുക്ക് പേജ്, ടെലഗ്രാം ചാനൽ എന്നിവയുടെ ലിങ്കുകൾ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകിയിട്ടുണ്ട്. താല്പര്യമുള്ളവർക്ക് ഫോളോ ചെയ്യാം. അപ്പോൾ ഇതാണ് യൂണിയൻ ബാങ്ക് ഓഫ് ഇന്ത്യയുടെ റിക്രൂട്ട്മെന്റ് പേജായിട്ട് വരുന്നത്. ഈ ഒരു പേജിൻ്റെ ഒഫീഷ്യൽ വെബ്സൈറ്റിലെ ഈ ഒരു പേജിൻ്റെ ലിങ്ക് ഞാൻ താഴെ നൽകാം. ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്കിവിടെ റിക്രൂട്ട്മെന്റ് നോട്ടിഫിക്കേഷനും അതുപോലെ തന്നെ ഓൺലൈൻ വഴി അപേക്ഷിക്കാനുള്ള ലിങ്കും ഏറ്റവും ആദ്യം തന്നെ കാണാം. യൂണിയൻ ബാങ്ക് റിക്രൂട്ട്മെന്റ് പ്രോജക്ട് 2021-22 സ്പെഷ്യലിസ്റ്റ് ഓഫീസേഴ്സ് എന്നാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. അപ്പോൾ ആദ്യം നമുക്ക് നോട്ടിഫിക്കേഷൻ പരിശോധിക്കാം. എന്നതിന് ശേഷം എങ്ങനെയാണ് ഓൺലൈൻ വഴി അപേക്ഷിക്കേണ്ടത് എന്നുള്ള കാര്യങ്ങൾ കൂടി പരിശോധിക്കാം. അപ്പോൾ ഈ കാണുന്ന റിക്രൂട്ട്മെന്റ് നോട്ടിഫിക്കേഷൻ എന്ന ഭാഗത്ത് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ നോട്ടിഫിക്കേഷൻ ഇത്തരത്തിൽ ഓപ്പൺ ചെയ്ത് വരുന്നതായിട്ട് കാണാം. റിക്രൂട്ട്മെന്റ് നോട്ടിഫിക്കേഷന്റെ തുടക്കത്തിൽ തന്നെ ഏതൊക്കെ പോസ്റ്റുകളിലേക്കുള്ള റിക്രൂട്ട്മെന്റ് ആണ് നടത്തുന്നത് എന്നുള്ള കാര്യങ്ങളും അതിന്റെ സാലറി ഡീറ്റെയിൽസും ഓരോ പോസ്റ്റിലുമുള്ള വാക്കൻസീസിന്റെ ഡീറ്റെയിൽസും ഇവിടെ ഒരു ടേബിൾ ആയിട്ട് തന്നെ തുടക്കത്തിൽ തന്നെ നൽകിയിട്ടുണ്ട്. സീനിയർ മാനേജർ റിസ്ക്, മാനേജർ സിവിൽ എഞ്ചിനീയർ, മാനേജർ ആർക്കിടെക്ട്, മാനേജർ ഇലക്ട്രിക്കൽ എഞ്ചിനീയർ, മാനേജർ പ്രിന്റിംഗ് ടെക്നോളജിസ്റ്റ്, മാനേജർ ഫോറക്സ്, മാനേജർ ചാർട്ടേഡ് അക്കൗണ്ടന്റ്, അസിസ്റ്റന്റ് മാനേജർ ടെക്നിക്കൽ ഓഫീസർ, അസിസ്റ്റന്റ് മാനേജർ ഫോറക്സ് തുടങ്ങിയിട്ടുള്ള ഒഴിവുകളിലേക്കുള്ള റിക്രൂട്ട്മെന്റ് ആണ് നടത്തുവാൻ പോകുന്നത്. നമുക്കിവിടെ കാണാം, ഈ കാണുന്ന അസിസ്റ്റന്റ് മാനേജർ ഫോറക്സ് പോസ്റ്റിലേക്കാണ് ഏറ്റവും കൂടുതൽ ഒഴിവുള്ള 120 ഒഴിവുകളാണുള്ളത്. ഈ പറയുന്ന പോസ്റ്റുകളിലേക്ക് എക്സ്പീരിയൻസ് ഇല്ലാത്തവർക്ക് അപേക്ഷിക്കാവുന്നതാണ്. അതുപോലെ തന്നെ അസിസ്റ്റന്റ് മാനേജർ ടെക്നിക്കൽ ഓഫീസർ പോസ്റ്റിലേക്കും എക്സ്പീരിയൻസ് ഇല്ലാത്ത ആളുകൾക്ക് അപേക്ഷിക്കാം. അത് 26 ഒഴിവുകളാണുള്ളത്. പിന്നെ ഇത് സ്പെഷ്യലിസ്റ്റ് ഓഫീസേഴ്സിനെ റിക്രൂട്ട് ചെയ്യാനുള്ള നോട്ടിഫിക്കേഷൻ ആയതുകൊണ്ട് തന്നെ മറ്റുള്ള ഒഴിവുകളിലേക്ക് മറ്റ് 8 ഒഴിവുകളിലേക്കും എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആളുകൾക്കാണ് അപേക്ഷിക്കാൻ കഴിയുക. മിനിമം 2 വർഷം മുതൽ 5 വർഷം വരെ എക്സ്പീരിയൻസ് ഒക്കെയുള്ള ആളുകൾക്കാണ് ആ പറയുന്ന പോസ്റ്റുകളിലേക്ക് അപേക്ഷിക്കാൻ കഴിയുക. നമുക്കിവിടെ കാണാം, ഏകദേശം 36,000 രൂപ മുതൽ ഏകദേശം 75,000 രൂപ വരെയൊക്കെയുള്ള പേ സ്കെയിലാണ് നിങ്ങൾക്ക് ഈ പറയുന്ന പോസ്റ്റുകളിൽ കാണാൻ കഴിയുന്നത്. അപ്പോഴത്തേലും അത്യാവശ്യം മികച്ച സാലറി ലഭിക്കുന്ന ഒഴിവുകൾ തന്നെയാണ്. അപ്പോൾ എന്തായാലും നമുക്ക് അതിൻ്റെ കൂടുതൽ വിവരങ്ങൾ തൊട്ട് താഴെ നൽകിയിട്ട് ഓരോ പോസ്റ്റിനും വേണ്ട ക്വാളിഫിക്കേഷൻ ഡീറ്റെയിൽസ് തൊട്ട് താഴെ നൽകിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഈ പറയുന്ന പോസ്റ്റുകളിലേക്ക് ഓൺലൈൻ വഴി അപേക്ഷിക്കേണ്ട അവസാന തീയതി ഇവിടെ നൽകിയിട്ടുണ്ട്. സെപ്റ്റംബർ 3 അപേക്ഷിക്കാനുള്ള അവസാന തീയതിയായിട്ട് ഇവിടെ നൽകിയിരിക്കുന്നത്. 12/8/2021 ഓഗസ്റ്റ് 12 ഈ ഒരു ഓൺലൈൻ ആപ്ലിക്കേഷൻ സ്റ്റാർട്ട് ആയിരിക്കുന്നത്. നിങ്ങൾക്ക് സെപ്റ്റംബർ 3 വരെ അപേക്ഷിക്കാനുള്ള അവസരമുണ്ട്. എന്തായാലും അവസാന തീയതിയിലേക്ക് ഒന്നും കാത്തു നിൽക്കാതെ യോഗ്യരായിട്ടുള്ള ആളുകൾ എത്രയും പെട്ടെന്ന് തന്നെ അപേക്ഷിക്കാൻ ശ്രമിക്കുക. കാരണം ഒരുപാട് ആളുകൾ അപേക്ഷിക്കാൻ സാധ്യത ഉള്ളത് കൊണ്ട് തന്നെ വെബ്സൈറ്റ് ഹാങ് ആവാനുള്ള സാധ്യതയൊക്കെ ഉണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾ എത്രയും പെട്ടെന്ന് തന്നെ യോഗ്യരായിട്ടുള്ളവർ അപേക്ഷിക്കാൻ ശ്രമിക്കുക. ഇനി ഓരോ പോസ്റ്റിനും വേണ്ട ഏജ് ലിമിറ്റ്, എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ, എക്സ്പീരിയൻസ് വേണ്ട പോസ്റ്റുകൾക്ക് ഏതൊക്കെ എക്സ്പീരിയൻസ് ആണ് വേണ്ടത് എന്നുള്ള കാര്യങ്ങളൊക്കെ ഇവിടെ നൽകിയിട്ടുണ്ട്. ആദ്യത്തെ പോസ്റ്റ് 60 ഒഴിവുകളുള്ള സീനിയർ മാനേജർ റിസ്ക് പോസ്റ്റാണ്. 30 വയസ്സ് മുതൽ 40 വയസ്സ് വരെയുള്ളവർക്കാണ് അപേക്ഷിക്കാൻ കഴിയുക. ഇതിൽ പറയുന്ന GARP സർട്ടിഫിക്കറ്റ് ഫൈനാൻഷ്യൽ റിസ്ക് മാനേജ്മെന്റിലുള്ളവർക്കോ അതല്ലെങ്കിൽ പ്രൊഫഷണൽ റിസ്ക് മാനേജ്മെന്റ് സർട്ടിഫിക്കറ്റ് പ്രൈമ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ ഉള്ളവർക്കോ അതല്ലെങ്കിൽ CFA ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ ചാർട്ടേഡ് ഫൈനാൻഷ്യൽ അനലിസ്റ്റ് സർട്ടിഫിക്കറ്റ് ഉള്ളവർക്കും അതല്ലെങ്കിൽ CA അല്ലെങ്കിൽ CMA ICWA അല്ലെങ്കിൽ CS കഴിഞ്ഞവർക്കോ അതല്ലെങ്കിൽ ഫുൾ ടൈം MBA ഇൻ ഫൈനാൻസ് അതല്ലെങ്കിൽ PGDM വിത്ത് സ്പെഷ്യലൈസേഷൻ ഇൻ ഫൈനാൻസ് 60% മാർക്കോട് കൂടി ഉള്ളവർക്കും അപേക്ഷിക്കാനുള്ള അവസരമുണ്ട്. അതല്ല എന്നുണ്ടെങ്കിൽ മാസ്റ്റർ ഇൻ മാത്തമാറ്റിക്സ്, സ്റ്റാറ്റിസ്റ്റിക്സ് ഓർ എക്കണോമിക്സ് മിനിമം 60% അഗ്രിഗേറ്റ് എന്നിവിടെ നൽകിയ അത്തരത്തിൽ MSc മാത്തമാറ്റിക്സോ സ്റ്റാറ്റിസ്റ്റിക്സോ അല്ലെങ്കിൽ എക്കണോമിക്സോ കഴിഞ്ഞവർക്കും അപേക്ഷിക്കാനുള്ള അവസരമുണ്ട്. പക്ഷേ എക്സ്പീരിയൻസ് ആവശ്യപ്പെട്ടിട്ടുണ്ട്. അതായത് മിനിമം 5 വർഷത്തെ എക്സ്പീരിയൻസ് ആണ് ഈ ഒരു പോസ്റ്റിലേക്ക് അപേക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ള യോഗ്യതയായിട്ട് ഇവിടെ നൽകിയിരിക്കുന്നത്. അപ്പോൾ ഇതിൽ പറഞ്ഞിരിക്കുന്ന ക്വാളിഫിക്കേഷനുകളിൽ ഏതെങ്കിലും ഒന്നും 5 വർഷത്തെ എക്സ്പീരിയൻസും ഉള്ളവർക്കാണ് ഈ പറയുന്ന സീനിയർ മാനേജർ റിസ്ക് പോസ്റ്റിലേക്ക് അപേക്ഷിക്കാൻ കഴിയുക. സ്പെഷ്യലിസ്റ്റ് പോസ്റ്റ് ആയതുകൊണ്ട് തന്നെ ഈ പോസ്റ്റിലേക്ക് എക്സ്പീരിയൻസ് നിർബന്ധമാണ്. രണ്ടാമത്തെ പോസ്റ്റ് വരുന്ന മാനേജർ റിസ്ക് പോസ്റ്റാണ്. 60 ഒഴിവുകളാണുള്ളത്. ഈ പറയുന്ന പോസ്റ്റിലേക്കും നേരത്തെ പറഞ്ഞ അതേ ക്വാളിഫിക്കേഷൻ തന്നെയാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. നേരത്തെ നമ്മൾ പരിശോധിച്ച അതേ ക്വാളിഫിക്കേഷൻ്റെ ഡീറ്റെയിൽസ് ആണ് ഇവിടെ നൽകിയിരിക്കുന്നത്. ഇതിൽ പറഞ്ഞിരിക്കുന്ന ക്വാളിഫിക്കേഷനുകളിൽ ഏതെങ്കിലും ഒരു ക്വാളിഫിക്കേഷനുള്ള സുഹൃത്തുക്കൾക്ക് അപേക്ഷിക്കാവുന്നതാണ്. 60 ഒഴിവുകൾ
ഒഴിവുകളാണ് ഈ പറയുന്ന പോസ്റ്റിലുള്ളത്. നേരത്തെ പറഞ്ഞ പോസ്റ്റിലേക്ക് 5 വർഷത്തെ എക്സ്പീരിയൻസ് ആവശ്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഈ പറയുന്ന മാനേജർ റിസ്ക് പോസ്റ്റിലേക്ക് 2 വർഷത്തെ മിനിമം എക്സ്പീരിയൻസ് ആണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. അപ്പോൾ ഈ പറഞ്ഞിരിക്കുന്ന നേരത്തെ പരിശോധിച്ച അതേ ക്വാളിഫിക്കേഷൻസ് തന്നെയാണ്. ഈ പറഞ്ഞിരിക്കുന്ന 4 ക്വാളിഫിക്കേഷനുകളിൽ ഏതെങ്കിലും ഒരു ക്വാളിഫിക്കേഷനും അതുപോലെ തന്നെ 2 വർഷത്തെ എക്സ്പീരിയൻസും ഉള്ളവർക്ക് ഈ പറയുന്ന മാനേജർ പോസ്റ്റിലേക്ക് അപേക്ഷിക്കാവുന്നതാണ്. അടുത്തത് മാനേജർ സിവിൽ എഞ്ചിനീയർ പോസ്റ്റാണ്. 7 ഒഴിവുകളാണുള്ളത്. BE അല്ലെങ്കിൽ BTech സിവിൽ എഞ്ചിനീയറിംഗ് കഴിഞ്ഞവർക്കാണ് അപേക്ഷിക്കാനുള്ള അവസരം. മിനിമം 60% മാർക്ക് ഉണ്ടായിരിക്കണം. പക്ഷേ 3 വർഷത്തെ എക്സ്പീരിയൻസ് ഗവൺമെന്റ് റിലേറ്റഡ് ആയിട്ടുള്ള സ്ഥാപനങ്ങളിൽ ഉണ്ടായിരിക്കണം എന്നുള്ള കാര്യം ഇവിടെ പ്രത്യേകം നൽകിയിട്ടുണ്ട്. അപ്പോൾ ഈ പറയുന്ന പോസ്റ്റിലേക്കും എക്സ്പീരിയൻസ് ആവശ്യപ്പെട്ടിട്ടുണ്ട്. അടുത്തത് 7 ഒഴിവുകളുള്ള മാനേജർ ആർക്കിടെക്ട് പോസ്റ്റാണ്. 25 മുതൽ 35 വയസ്സ് വരെയുള്ളവർക്ക് അപേക്ഷിക്കാം എന്നാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. ബാച്ചിലർ ഡിഗ്രി ഇൻ ആർക്കിടെക്ചർ ഫ്രം എ യൂണിവേഴ്സിറ്റി എന്നാണ് ഇവിടെ ക്വാളിഫിക്കേഷൻ ആയിട്ട് നൽകിയിരിക്കുന്നത്. മിനിമം 60% മാർക്ക് ഉണ്ടായിരിക്കണം. മാത്രമല്ല കൗൺസിൽ ഓഫ് ആർക്കിടെക്ചറിന്റെ വാലിഡ് രജിസ്ട്രേഷനും ഉണ്ടായിരിക്കണം. മാത്രമല്ല ഓട്ടോകാഡിലും മറ്റൊക്കെ നിങ്ങൾക്ക് നോളജ് ഉണ്ടായിരിക്കണം എന്നുള്ള കാര്യം ഇവിടെ നൽകിയിട്ടുണ്ട്. മറ്റ് ഡീറ്റെയിൽസും ഇവിടെ അവൈലബിൾ ആണ്. ഈ പോസ്റ്റിലേക്ക് ആർക്കിടെക്ട് മാനേജർ പോസ്റ്റിലേക്ക് 3 വർഷത്തെ എക്സ്പീരിയൻസ് ആണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. അടുത്ത പോസ്റ്റ് മാനേജർ ഇലക്ട്രിക്കൽ എഞ്ചിനീയർ പോസ്റ്റാണ്. BE അല്ലെങ്കിൽ BTech ഇൻ ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് ആണ് ആവശ്യപ്പെട്ടിരിക്കുന്ന യോഗ്യത. 60% മാർക്കോട് കൂടി പാസ്സായിരിക്കണം. 35 വയസ്സ് വരെയുള്ളവർക്ക് അപേക്ഷിക്കാം. 5 വർഷത്തെ എക്സ്പീരിയൻസ് ആവശ്യപ്പെട്ടിട്ടുണ്ട് എന്നുള്ള കാര്യം ഇവിടെ നൽകിയിട്ടുണ്ട്. അത് നിങ്ങൾ പരിശോധിച്ച് നോക്കുക. അത്തരത്തിലുള്ള ആളുകൾക്കാണ് ഇലക്ട്രിക്കൽ എഞ്ചിനീയർ മാനേജർ പോസ്റ്റിലേക്ക് അപേക്ഷിക്കാൻ കഴിയുക. അടുത്തത് മാനേജർ പ്രിന്റിംഗ് ടെക്നോളജിസ്റ്റ് പോസ്റ്റാണ്. BE അല്ലെങ്കിൽ BTech പ്രിന്റിംഗ് ടെക്നോളജിയിൽ പാസ്സായവർക്ക് 60% മാർക്കോട് കൂടി പാസ്സായി 3 വർഷത്തെ എക്സ്പീരിയൻസ് ഉള്ളവർക്കാണ് അപേക്ഷിക്കാൻ കഴിയുക. 35 വയസ്സ് വരെയുള്ളവർക്ക് ഈ പറയുന്ന പോസ്റ്റിലേക്കും അപേക്ഷിക്കാവുന്നതാണ്. ഇനി നോക്കാൻ പോകുന്ന പോസ്റ്റ് 50 ഒഴിവുകളുള്ള മാനേജർ ഫോറക്സ് പോസ്റ്റാണ്. 25 വയസ്സ് മുതൽ 35 വയസ്സ് വരെയുള്ളവർക്കാണ് ഈ പറയുന്ന പോസ്റ്റിലേക്ക് അപേക്ഷിക്കാൻ കഴിയുക. അതായത് MBA 2 വർഷത്തെ MBA കഴിഞ്ഞവർക്ക് അപേക്ഷിക്കാം. അതല്ലെങ്കിൽ PGDBA, PGDBM, PGPM അല്ലെങ്കിൽ PGDM സ്പെഷ്യലൈസേഷൻ ഫൈനാൻസ് അല്ലെങ്കിൽ ഇന്റർനാഷണൽ ബിസിനസ് അല്ലെങ്കിൽ ട്രേഡ് ഫൈനാൻസിലായിരിക്കണം എന്നുള്ള കാര്യം പറഞ്ഞിട്ടുണ്ട്. ഈ പറയുന്ന ട്രേഡുകളിൽ MBA അല്ലെങ്കിൽ ഇപ്പോൾ പറഞ്ഞ PGD ക്വാളിഫിക്കേഷൻസ് ഉള്ളവർക്കും അപേക്ഷിക്കാവുന്നതാണ്. മിനിമം 60% മാർക്ക് ഉണ്ടായിരിക്കണം. പിന്നെ ഈ പറയുന്ന സർട്ടിഫിക്കറ്റ് കോഴ്സ് ഫോറക്സിൽ IIBF കണ്ടക്ട് ചെയ്യുന്ന സർട്ടിഫിക്കറ്റ് കോഴ്സ് ഉണ്ട്. അത് കംപ്ലീറ്റ് ചെയ്തവർക്ക് ഒരു പ്രിഫറൻസ് ലഭിക്കും. 3 വർഷത്തെ എക്സ്പീരിയൻസ് ആണ് ഈ പറയുന്ന പോസ്റ്റിലേക്ക് മാനേജർ ഫോറക്സ് പോസ്റ്റിലേക്ക് 50 ഒഴിവുകളിലേക്കുള്ള ഈ പറയുന്ന പോസ്റ്റിലേക്ക് വേണ്ട ക്വാളിഫിക്കേഷൻ ആയിട്ടും എക്സ്പീരിയൻസ് ആയിട്ടും ഇവിടെ നൽകിയിരിക്കുന്നത്. അപ്പോൾ ഈ പറയുന്ന ക്വാളിഫിക്കേഷൻസ് ഉള്ളവർ അപേക്ഷിക്കുക. അടുത്ത 8ാമത്തെ പോസ്റ്റായിട്ട് ഇവിടെ നൽകിയിരിക്കുന്നത് 14 വാക്കൻസീസ് ഉള്ള മാനേജർ ചാർട്ടേഡ് അക്കൗണ്ടന്റ് പോസ്റ്റാണ്. ചാർട്ടേഡ് അക്കൗണ്ടന്റ് ഫ്രം ഇൻസ്റ്റിറ്റ്യൂഷൻ റെക്കഗ്നൈസ്ഡ് ബൈ ICAI ആണ് ആവശ്യപ്പെട്ടിരിക്കുന്ന യോഗ്യതാത്രത്തിൽ. CA കഴിഞ്ഞവർക്ക് അപേക്ഷിക്കാം. ചാർട്ടേഡ് അക്കൗണ്ടന്റ് ആയിട്ട് 2 വർഷത്തെ എക്സ്പീരിയൻസും ഉണ്ടായിരിക്കണം എന്നുള്ള കാര്യം ഇവിടെ നൽകിയിട്ടുണ്ട്. ബാങ്ക്, NBFC, FIS, ക്രെഡിറ്റ് റേറ്റിംഗ് ഏജൻസി തുടങ്ങിയിട്ടുള്ള ഏതെങ്കിലും ഒന്നിൽ നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം എന്നുള്ള കാര്യം ഇവിടെ നൽകിയിട്ടുണ്ട്. അത് നിർബന്ധമാണെന്നാണ് ഇവിടെ നൽകിയത്. 35 വയസ്സ് വരെയുള്ള ആളുകൾക്ക് അപേക്ഷിക്കാവുന്നതാണ്. ഇനി നമ്മൾ പരിശോധിക്കാൻ പോകുന്ന 2 പോസ്റ്റുകളിലേക്കും എക്സ്പീരിയൻസ് ആവശ്യപ്പെട്ടിട്ടില്ല. അതുകൊണ്ട് തന്നെ ഫ്രഷേഴ്സിനെ അപേക്ഷിക്കാവുന്നതാണ്. ആദ്യത്തേത് 26 ഒഴിവുകളുള്ള അസിസ്റ്റന്റ് മാനേജർ ടെക്നിക്കൽ ഓഫീസർ പോസ്റ്റാണ്. ആവശ്യപ്പെട്ടിരിക്കുന്ന വിദ്യാഭ്യാസ യോഗ്യത എന്ന് പറയുന്നത് ഡിഗ്രി ഇൻ എഞ്ചിനീയറിംഗ് ആണ്. അതായത് ഇനി പറയാൻ പോകുന്ന ട്രേഡുകളിൽ ഇനി പറയാൻ പോകുന്ന ഡിസിപ്ലിനുകളിൽ BE അല്ലെങ്കിൽ BTech കഴിഞ്ഞവർക്കാണ് അപേക്ഷിക്കാനുള്ള അവസരം. 60% മാർക്ക് ഉണ്ടായിരിക്കണം. എക്സ്പീരിയൻസ് ആവശ്യപ്പെട്ടില്ല. 30 വയസ്സ് വരെയുള്ള സുഹൃത്തുക്കൾക്ക് അപേക്ഷിക്കാം. സിവിൽ, ഇലക്ട്രിക്കൽ, മെക്കാനിക്കൽ, പ്രൊഡക്ഷൻ, മെറ്റലർജി, ഇലക്ട്രോണിക്സ് ആൻഡ് ടെലികമ്മ്യൂണിക്കേഷൻ, കമ്പ്യൂട്ടർ സയൻസ്, IT, ടെക്സ്റ്റൈൽ, കെമിക്കൽ തുടങ്ങിയിട്ടുള്ള ഡിപ്പാർട്ട്മെന്റുകളിൽ ഏതെങ്കിലും ഒന്നിൽ എഞ്ചിനീയറിംഗ് കഴിഞ്ഞവർക്ക് അപേക്ഷിക്കാം. 60% മാർക്ക് ഉണ്ടായിരിക്കണം. മാത്രമല്ല B ഫാർമ കഴിഞ്ഞവർക്കും അപേക്ഷിക്കാനുള്ള അവസരമുണ്ട്. അവർക്കും 60% മാർക്ക് ഉണ്ടായിരിക്കണം. അപ്പോൾ ഇപ്പോൾ പറഞ്ഞ ക്വാളിഫിക്കേഷൻസ് ഉള്ള സുഹൃത്തുക്കൾ, ഇതിൽ പറഞ്ഞിരിക്കുന്ന ക്വാളിഫിക്കേഷൻസിൽ ഏതെങ്കിലും ഒരു ക്വാളിഫിക്കേഷൻ ഉള്ള സുഹൃത്തുക്കൾക്ക് അപേക്ഷിക്കാവുന്നതാണ്. മാക്സിമം ഏജ് ലിമിറ്റ് 30 വയസ്സാണ്. 26 ഒഴിവുകളാണ് അസിസ്റ്റന്റ് മാനേജർ ടെക്നിക്കൽ ഓഫീസർ പോസ്റ്റിലുള്ളത്. ഇനി അവസാനത്തെ പോസ്റ്റ് എന്ന് പറയുന്നത് 120 ഒഴിവുള്ള അസിസ്റ്റന്റ് മാനേജർ ഫോറക്സ് പോസ്റ്റാണ്. ഈ പറയുന്ന പോസ്റ്റിലേക്കും എക്സ്പീരിയൻസ് ആവശ്യപ്പെട്ടിട്ടില്ല. 20 വയസ്സ് മുതൽ 30 വയസ്സ് വരെയുള്ള സുഹൃത്തുക്കൾക്ക് അപേക്ഷിക്കാവുന്നതാണ്. എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ ആയിട്ട് ആവശ്യപ്പെട്ടിരിക്കുന്നത് ഡിഗ്രി ഉണ്ടായിരിക്കണം. അതോടൊപ്പം ഇനി പറയാൻ പോകുന്ന ക്വാളിഫിക്കേഷനുകളിൽ ഏതെങ്കിലും ഒരു ക്വാളിഫിക്കേഷൻ കൂടി ഉള്ളവർക്കാണ് അപേക്ഷിക്കാനുള്ള അവസരം. അതായത് ഡിഗ്രിക്ക് ശേഷം MBA 2 വർഷത്തെ MBA കഴിഞ്ഞവർക്ക്, അതല്ലെങ്കിൽ PGDBA, PGDBM, PGPM, PGDM ഇതിലേതെങ്കിലും ഒന്ന് കഴിഞ്ഞവർക്കും അപേക്ഷിക്കാനുള്ള അവസരമുണ്ട്. പക്ഷേ ഈ പറയുന്ന MBAയും PGD ക്വാളിഫിക്കേഷൻസും നിങ്ങൾ സ്പെഷ്യലൈസേഷൻ ചെയ്തിരിക്കേണ്ടത് ഫൈനാൻസ് അല്ലെങ്കിൽ ഇന്റർനാഷണൽ ബിസിനസ് അല്ലെങ്കിൽ ട്രേഡ് ഫൈനാൻസ് തുടങ്ങിയിട്ടുള്ള സബ്ജക്റ്റുകളിലായിരിക്കണം എന്നുള്ള നിബന്ധന കൂടി ഇവിടെ വെച്ചിട്ടുണ്ട്. 60% മാർക്ക് ഉണ്ടായിരിക്കണം. അപ്പോൾ അത്തരത്തിൽ ഡിഗ്രിയും ഈ പറയുന്ന സ്പെഷ്യലൈസേഷനോട് കൂടിയിട്ടുള്ള MBAയോ അല്ലെങ്കിൽ ഇതിൽ പറഞ്ഞിരിക്കുന്ന PGD ക്വാളിഫിക്കേഷൻസുകളിൽ ഏതെങ്കിലും ഒന്നോ ഉള്ളവർക്ക് അപേക്ഷിക്കാം എന്നുള്ള കാര്യമാണ് ഇവിടെ നൽകിയിരിക്കുന്നത്.
60% മാർക്ക് ഉണ്ടായിരിക്കണം. മാത്രമല്ല IIBF കണ്ടക്ട് ചെയ്യുന്ന സർട്ടിഫിക്കറ്റ് കോഴ്സ് ഫോറക്സിൽ ഉണ്ടെങ്കിൽ അതൊരു ആഡഡ് അഡ്വാൻറ്റേജ് ആയിരിക്കും എന്നുള്ള കാര്യം ഇവിടെ നൽകിയിട്ടുണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെയാണ് ഈ പറയുന്ന പോസ്റ്റുകളുടെ ഡീറ്റെയിൽസ് ആയിട്ട് ഇവിടെ നൽകിയിരിക്കുന്നത്. ഇതിൽ പറഞ്ഞിരിക്കുന്ന ക്വാളിഫിക്കേഷൻസ് ഉള്ളവർക്ക് അപേക്ഷിക്കാവുന്നതാണ്. അപ്പോൾ എന്തായാലും അസിസ്റ്റന്റ് മാനേജർ ഫോറക്സ് അതുപോലെ തന്നെ അസിസ്റ്റന്റ് മാനേജർ ടെക്നിക്കൽ ഓഫീസർ പോസ്റ്റുകളിലേക്ക് എക്സ്പീരിയൻസ് ഇല്ലാത്ത സുഹൃത്തുക്കൾക്ക് അപേക്ഷിക്കാം. മറ്റുള്ള 8 പോസ്റ്റുകളിലേക്ക് നമ്മൾ ആദ്യം പരിശോധിച്ച മറ്റ് 8 പോസ്റ്റുകളിലേക്കും എക്സ്പീരിയൻസ് ഉള്ള സുഹൃത്തുക്കൾക്കാണ് അപേക്ഷിക്കാൻ കഴിയുക. ക്വാളിഫിക്കേഷൻസ് ഉള്ള എക്സ്പീരിയൻസ് ഉള്ളവർക്ക് ആ പോസ്റ്റുകളിലേക്കും ഈ പറയുന്ന ക്വാളിഫിക്കേഷൻസ് ഉള്ള എക്സ്പീരിയൻസ് ഇല്ലാത്ത സുഹൃത്തുക്കൾക്ക് അവസാനം നൽകിയിരിക്കുന്ന ഈ പറയുന്ന അസിസ്റ്റന്റ് മാനേജർ ടെക്നിക്കൽ ഓഫീസർ പോസ്റ്റിലേക്കും അസിസ്റ്റന്റ് മാനേജർ ഫോറക്സ് പോസ്റ്റിലേക്കും അപേക്ഷിക്കാവുന്നതാണ്. 2 പോസ്റ്റുകളിലുമായിട്ട് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത് ഏകദേശം 146 ഒഴിവുകളാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഈ നോട്ടിഫിക്കേഷനിൽ നിന്നും മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇനി ഓരോ പോസ്റ്റിലും നൽകിയിരിക്കുന്ന ഓരോ പോസ്റ്റിന്റെ ഡീറ്റെയിൽസിന്റെ അവിടെ നൽകിയിരിക്കുന്ന ഏജ് ലിമിറ്റിനോടൊപ്പം SC/ST കാൻഡിഡേറ്റ്സിന് 5 വർഷത്തെയും OBC കാൻഡിഡേറ്റ്സിന് 3 വർഷത്തെയും PWBD കാൻഡിഡേറ്റ്സിന് 10 വർഷം വരെയുള്ളതും എക്സ് സർവീസ്മെൻ കാൻഡിഡേറ്റ്സിന് 5 വർഷം വരെയൊക്കെ ഏജ് റിലാക്സേഷൻ ലഭിക്കും എന്നുള്ള കാര്യവും തൊട്ട് താഴെ ടേബിളിൽ നൽകിയിട്ടുണ്ട്. നിങ്ങൾക്ക് ഇവിടെ പരിശോധിച്ച് നോക്കാവുന്നതാണ്. ഇനി സെലക്ഷൻ പ്രോസസ്സിന്റെ ഡീറ്റെയിൽസ് 10ാമത്തെ പേജിൽ ഈ നോട്ടിഫിക്കേഷന്റെ ലിങ്ക് ഞാൻ താഴെ നൽകുന്നുണ്ട്. ഈ നോട്ടിഫിക്കേഷന്റെ 10ാമത്തെ പേജിലാണ് ആ ഡീറ്റെയിൽസ് ഇവിടെ നൽകിയിരിക്കുന്നത്. നിങ്ങൾക്കിവിടെ കാണാം ഒരു ഓൺലൈൻ എക്സാമിനേഷൻ ഉണ്ടായിരിക്കും ആദ്യം, എന്നതിന് ശേഷം ഒരു ഗ്രൂപ്പ് ഡിസ്കഷൻ, എന്നതിന് ശേഷം ഒരു പേഴ്സണൽ ഇന്റർവ്യൂ. ഈ ഒരു രീതിയിലായിരിക്കും നിങ്ങളുടെ സെലക്ഷൻ ഉണ്ടായിരിക്കുക. അപ്പോൾ ആ ഒരു ഓൺലൈൻ എക്സാമിനേഷൻ ഉണ്ടായിരിക്കും. അതിന്റെ പാറ്റേൺ ഇവിടെ നൽകിയിട്ടുണ്ട്. റീസണിങ്, ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ്, പ്രൊഫഷണൽ നോളേജ് റെലവൻറ്റ് ടു ദ പോസ്റ്റ്, ഏത് പോസ്റ്റിലേക്കാണ് അപേക്ഷിക്കുന്നത് ആ ഒരു പോസ്റ്റിനുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ്, പിന്നെ ഇംഗ്ലീഷ് ലാംഗ്വേജിൽ നിന്നും ക്വസ്റ്റ്യൻസ് ഉണ്ടായിരിക്കും. അത്തരത്തിൽ 50 ക്വസ്റ്റ്യൻസ് ആയിരിക്കും ഉണ്ടായിരിക്കും 25 മാർക്കിന്റെ. അത്തരത്തിൽ 200 മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് ആയിരിക്കും ഉണ്ടായിരിക്കും. 200 മാർക്കിന്റെ 200 മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് ആയിരിക്കും ഉണ്ടായിരിക്കും എന്നുള്ള കാര്യമാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. ടോട്ടൽ 120 മിനിറ്റ്സ് ആണ് എക്സാമിനേഷന്റെ ഡ്യൂറേഷൻ എന്നുള്ള കാര്യവും ഇവിടെ നൽകിയിട്ടുണ്ട്. ഇംഗ്ലീഷ് ലാംഗ്വേജിൽ തന്നെയായിരിക്കും എക്സാമിനേഷൻ എന്നുള്ള കാര്യവും ഇവിടെ നൽകിയിട്ടുണ്ട്. ഇനി ഒരു പ്രധാനപ്പെട്ട കാര്യം എക്സാമിനേഷൻ സെന്റേഴ്സുമായി ബന്ധപ്പെട്ടുള്ള കാര്യമാണ്. കേരളത്തിൽ നിലവിൽ എക്സാമിനേഷൻ സെന്റർ അവൈലബിൾ അല്ല. അതുകൊണ്ട് തന്നെ കേരളത്തിനടുത്ത് നമുക്കിവിടെ കാണാൻ കഴിയുന്ന ചെന്നൈ അതുപോലെ തന്നെ ബാംഗ്ലൂർ തുടങ്ങിയിട്ടുള്ള ലൊക്കേഷൻസ് ആണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു കാര്യം നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. പിന്നെ എക്സാമിനേഷന്റെ ഡേറ്റ് ഈ ഒരു നോട്ടിഫിക്കേഷനിൽ നൽകിയിട്ടുണ്ട്. അതായത് ഒക്ടോബർ 9 നിലവിൽ ഈ ഒരു എക്സാമിനേഷൻ അവർ ഷെഡ്യൂൾ ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ കേരളത്തിനടുത്തെന്ന് പറയുന്നത് ചെന്നൈയും അതുപോലെ തന്നെ ബാംഗ്ലൂരും ഒക്കെയാണ്. അപ്പോൾ ഈ പറയുന്ന സ്ഥലങ്ങളിൽ പോയി വേണം നിങ്ങൾ എക്സാമിനേഷൻ അറ്റൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. അതുകൊണ്ട് തന്നെ ചെന്നൈ അല്ലെങ്കിൽ ബാംഗ്ലൂരൊക്കെ പോയിട്ട് എക്സാമിനേഷൻ അറ്റൻഡ് ചെയ്യാൻ സാധിക്കുന്ന സുഹൃത്തുക്കൾ തീർച്ചയായിട്ടും അപേക്ഷിക്കുക. അപ്പോൾ ഈ ഒരു കാര്യം നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. കേരളത്തിൽ എക്സാമിനേഷൻ സെന്റർ ഇല്ല. കേരളത്തിനടുത്ത് എന്ന് പറയുവാൻ ചെന്നൈയിലും അതുപോലെ തന്നെ ബാംഗ്ലൂരൊക്കെയാണ് എക്സാം സെന്റർ ഉള്ളത്. നിങ്ങൾക്ക് ഓൺലൈൻ ആപ്ലിക്കേഷനിൽ ഏത് സെന്റർ ആണെന്ന് നിങ്ങൾക്ക് അവിടെ സെലക്ട് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ടായിരിക്കും. ഇനി അപേക്ഷാ ഫീസ് എന്ന് പറയുന്നത് 850 രൂപയാണ് അപേക്ഷാ ഫീസ്. ജനറൽ, EWS, OBC കാൻഡിഡേറ്റ്സിന് 850 രൂപ ഫീസ് ഉണ്ടായിരിക്കും. എന്നാൽ SC/ST, PWBD കാൻഡിഡേറ്റ്സിന് അപേക്ഷാ ഫീസ് ഒന്നും തന്നെ ഇല്ല എന്നുള്ള കാര്യവും ഇവിടെ വ്യക്തമായി നൽകിയിട്ടുണ്ട്. ഇനി നിങ്ങൾ ഓൺലൈൻ അപേക്ഷ സബ്മിറ്റ് ചെയ്യുന്ന സമയത്ത് സ്കാൻ ചെയ്ത് അപ്ലോഡ് ചെയ്യേണ്ട കുറച്ച് ഡോക്യുമെന്റ്സ് ഉണ്ട്. അതായത് ഒന്ന് നിങ്ങളുടെ ഫോട്ടോഗ്രാഫാണ്. നിങ്ങളുടെ സ്കാൻ ചെയ്ത നിങ്ങളുടെ ഫോട്ടോഗ്രാഫ് നിങ്ങൾ അപ്ലോഡ് ചെയ്യണം. പിന്നീട് നിങ്ങളുടെ സിഗ്നേച്ചർ അപ്ലോഡ് ചെയ്യണം. പിന്നെ നിങ്ങളുടെ ലെഫ്റ്റ് തമ്പ് ഇംപ്രഷനും അപ്ലോഡ് ചെയ്യേണ്ടതുണ്ട്. ഇതെല്ലാം സ്കാൻ ചെയ്ത് നിങ്ങൾ അപ്ലോഡ് ചെയ്യേണ്ടതുണ്ട്. ഫോട്ടോഗ്രാഫിന്റെ ഡീറ്റെയിൽസ് ഇവിടെ നൽകിയിട്ടുണ്ട്. 50 KB ആണ് മാക്സിമം സൈസ്. 20 KB മുതൽ 50 KB വരെ സൈസുള്ള ഫോട്ടോയാണ് നിങ്ങൾക്ക് അപ്ലോഡ് ചെയ്യാൻ കഴിയുക. ഇതിനുള്ളിൽ വരുന്ന സൈസിലുള്ള സ്കാൻ ചെയ്ത പാസ്പോർട്ട് സൈസ് ഫോട്ടോഗ്രാഫാണ് നിങ്ങൾ അപ്ലോഡ് ചെയ്യേണ്ടത്. ലൈറ്റ് കളേർഡ് അല്ലെങ്കിൽ വൈറ്റ് ബാക്ക്ഗ്രൗണ്ടിലൊക്കെയുള്ള ഫോട്ടോഗ്രാഫാണ് നിങ്ങൾ അപ്ലോഡ് ചെയ്യേണ്ടതെന്നുള്ള കാര്യം ഇവിടെ വ്യക്തമായി നൽകിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു സൈസിനുള്ളിലുള്ള ഡോക്യുമെന്റ് തന്നെ ഫോട്ടോഗ്രാഫിന്റെ സ്കാൻ ചെയ്ത കോപ്പി തന്നെ നിങ്ങൾ അപ്ലോഡ് ചെയ്യാൻ ശ്രമിക്കുക. പിന്നീട് സിഗ്നേച്ചർ ഇമേജിന്റെ ഡീറ്റെയിൽസ് എന്ന് പറയുന്നത് 10 KB മുതൽ 20 KB വരെ ഇതിനുള്ളിൽ സൈസുള്ള സിഗ്നേച്ചർ ഇമേജ് ആണ് നിങ്ങൾ സ്കാൻ ചെയ്ത് അപ്ലോഡ് ചെയ്യേണ്ടത്. അതായത് ബ്ലാക്ക് ഇങ്ക് പെൻ ഉപയോഗിച്ചുകൊണ്ട് വൈറ്റ് പേപ്പറിൽ നിങ്ങളുടെ ഹാൻഡ് റൈറ്റിംഗ് ഇട്ട സിഗ്നേച്ചർ ആണ് നിങ്ങൾ അപ്ലോഡ് ചെയ്യേണ്ടത് എന്നുള്ള കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. പിന്നീട് ലെഫ്റ്റ് തമ്പ് ഇംപ്രഷൻ ആണ്. അതിന്റെ മാക്സിമം സൈസ് 20 KB മുതൽ 50 KB വരെയാണ്. ഇതിനുള്ളിലുള്ള സൈസിലുള്ള JPG അല്ലെങ്കിൽ JPG ഇമേജ് നിങ്ങൾ അപ്ലോഡ് ചെയ്യുക. അതിന്റെ ഡീറ്റെയിൽസ് ആയിട്ട് നൽകിയിരിക്കുന്ന വൈറ്റ് പേപ്പറിൽ ബ്ലാക്ക് അല്ലെങ്കിൽ ബ്ലൂ ഇങ്ക് ഉപയോഗിച്ചെടുത്ത് നിങ്ങളുടെ ലെഫ്റ്റ് തമ്പ് ഇംപ്രഷനാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. അപ്പോൾ ഇതും നിങ്ങൾ സ്കാൻ ചെയ്ത് അപ്ലോഡ് ചെയ്യണം. എല്ലാം JPG അല്ലെങ്കിൽ JPEG ഫോർമാറ്റിലുള്ള ഫയലുകളാണ് നിങ്ങൾ അപ്ലോഡ് ചെയ്യേണ്ടത്. ഈ പറയുന്ന 3 ഡോക്യുമെന്റ്സ് മാത്രമേ നിങ്ങൾക്ക് ഇപ്പോൾ ഓൺലൈൻ ഫോമിൽ അപ്ലോഡ് ചെയ്യാനുള്ളൂ. മറ്റെല്ലാം നിങ്ങളുടെ ഡീറ്റെയിൽസ് എല്ലാം നിങ്ങൾക്ക് അതിൽ ഓൺലൈൻ ഫോമിൽ ജസ്റ്റ് ഒന്ന് ഫില്ലപ്പ് ചെയ്യുക എന്നുള്ള കാര്യം മാത്രമേ ഇപ്പോൾ ചെയ്യേണ്ടതുള്ളൂ. അപ്പോൾ ഈ പറയുന്ന 3 ഡോക്യുമെന്റ്സ് നിങ്ങൾ സ്കാൻ ചെയ്ത് റെഡിയാക്കി വെക്കുക. എന്നതിന് ശേഷം മാത്രം ഓൺലൈൻ ആപ്ലിക്കേഷൻ സ്റ്റാർട്ട് ചെയ്യുക. ഇനി എങ്ങനെയാണ് ഓൺലൈൻ വഴി അപേക്ഷിക്കുക എന്നുള്ള കാര്യം കൂടി നോക്കാം. അതിനുവേണ്ടി നേരത്തെ കണ്ട റിക്രൂട്ട്മെന്റ് പേജിൽ തന്നെ ഒഫീഷ്യൽ നോട്ടിഫിക്കേഷന്റെ റിക്രൂട്ട്മെന്റ് നോട്ടിഫിക്കേഷന്റെ താഴെയായിട്ട്
അപ്ലൈ ഓൺലൈൻ എന്നൊരു ലിങ്ക് കൂടി കാണാം. ഈ ഒരു ഭാഗത്ത് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് നമ്മൾ ഇത്തരത്തിലുള്ള പുതിയൊരു പേജിലേക്കായിരിക്കും എത്തിച്ചേരുക. ഇവിടെ ഡേറ്റും കാര്യങ്ങളൊക്കെ ഒരിക്കൽ കൂടി നൽകിയിട്ടുണ്ട്. അവസാന തീയതി സെപ്റ്റംബർ 3 അതിവിടെ ഒരിക്കൽ കൂടി നൽകിയിട്ടുണ്ട്. ഇനി ഇവിടെ നിങ്ങൾ ചെയ്യേണ്ടത് ഇവിടെ കാണുന്ന ക്ലിക്ക് ഹിയർ ഫോർ ന്യൂ രജിസ്ട്രേഷൻ റൈറ്റ് സൈഡിൽ മുകളിൽ കാണുന്ന ഈ ഒരു ലിങ്കിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ രജിസ്ട്രേഷൻ ചെയ്ത് അപ്ലൈ ചെയ്യാനുള്ള പേജിലേക്കായിരിക്കും നിങ്ങൾ എത്തിച്ചേരുക. ഇവിടെ ആദ്യത്തെ പേജ് നിങ്ങളുടെ ബേസിക് ഡീറ്റെയിൽസ് ആണ് ചോദിച്ചിരിക്കുന്നത്. അതെല്ലാം നിങ്ങൾ കറക്റ്റ് ആയിട്ട് തന്നെ നൽകുക. പ്രത്യേകം ശ്രദ്ധിക്കുക, നിങ്ങളുടെ മൊബൈൽ നമ്പറും ഇമെയിൽ ഐ ഡി നിങ്ങൾ കറക്റ്റ് ആയിട്ട് തന്നെ നൽകാൻ ശ്രമിക്കുക. അപ്പോൾ ഈ പറഞ്ഞ നിങ്ങളുടെ പേരും ഡീറ്റെയിൽസ് എല്ലാം നൽകിയതിന് ശേഷം നിങ്ങൾക്ക് ഈ കാണുന്ന സെക്യൂരിറ്റി കോഡ് കൂടി നൽകിയതിന് ശേഷം ഏറ്റവും അവസാനം കാണുന്ന സേവ് ആൻഡ് നെക്സ്റ്റ് എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ അടുത്ത സ്റ്റെപ്പായ ഫോട്ടോ ആൻഡ് സിഗ്നേച്ചർ അപ്ലോഡ് ചെയ്യാനുള്ള സെക്ഷനിലേക്ക് പോകും. നേരത്തെ പറഞ്ഞതുപോലെയുള്ള സൈസിലും ഡയമെൻഷൻസിലൊക്കെയുള്ള നിങ്ങളുടെ ഫോട്ടോഗ്രാഫും സിഗ്നേച്ചർ നിങ്ങൾക്ക് ആ ഒരു പേജിൽ അപ്ലോഡ് ചെയ്യാം. അത് അപ്ലോഡ് ചെയ്തതിന് ശേഷം സേവ് ആൻഡ് നെക്സ്റ്റ് നൽകി കഴിഞ്ഞാൽ മറ്റു ഡീറ്റെയിൽസ് നിങ്ങൾക്ക് നൽകാവുന്നതാണ്. ആദ്യത്തെ പേജിൽ പേര് മാത്രമേ നിങ്ങൾക്ക് നൽകേണ്ടതുള്ളൂ. ഡീറ്റെയിൽസ് സെക്ഷനിൽ നിങ്ങളുടെ കംപ്ലീറ്റ് ഡീറ്റെയിൽസ്, നിങ്ങളുടെ അഡ്രസ്സ്, മറ്റുള്ള കാര്യങ്ങൾ, നിങ്ങളുടെ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻസ് എല്ലാം നിങ്ങൾക്ക് അവിടെയൊന്നും സെലക്ട് ചെയ്യാവുന്നതാണ്. ഇനി എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അവിടെ എക്സ്പീരിയൻസ് അവിടെ എൻ്റർ ചെയ്യാവുന്നതാണ്. ഓൺലൈൻ വഴി നിങ്ങൾക്ക് സിമ്പിളായിട്ട് തന്നെ ഓരോ ഡീറ്റെയിൽസ് നിങ്ങൾ ചോദിച്ചിരിക്കുന്ന ഡീറ്റെയിൽസ് കറക്റ്റായിട്ട് എൻ്റർ ചെയ്യുക മാത്രമേ ആവശ്യപ്പെട്ടിട്ടുള്ളൂ. അപ്ലോഡ് ചെയ്യാനുള്ളത് ഫോട്ടോഗ്രാഫും സിഗ്നേച്ചറുമാണ്. അതിനുശേഷം ഈ പറയുന്ന ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ അവിടെയും സേവ് ആൻഡ് നെക്സ്റ്റ് ഓപ്ഷൻ കാണാം ഏറ്റവും അവസാനം. അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് നിങ്ങൾ പ്രിവ്യൂ സെക്ഷനിലേക്കും പിന്നീട് നിങ്ങളുടെ ലെഫ്റ്റ് തമ്പ് ഇംപ്രഷൻ അപ്ലോഡ് ചെയ്യാനുള്ള ഓപ്ഷൻ ആയിരിക്കും പിന്നീട് വരിക. അതും നിങ്ങൾ കറക്റ്റായിട്ട് തന്നെ ആ പറയുന്ന ഡയമെൻഷനുള്ള ലെഫ്റ്റ് തമ്പ് ഇംപ്രഷൻ്റെ സ്കാൻ ചെയ്ത ഇമേജ് നിങ്ങൾ അപ്ലോഡ് ചെയ്യുക. അതുകൂടി ചെയ്ത് കഴിഞ്ഞ് ആ ഒരു പേജിൻ്റെ അവസാനം കാണുന്ന സേവ് ആൻഡ് നെക്സ്റ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാലാണ് പിന്നീട് നിങ്ങൾ പേയ്മെൻറ്റ് സെക്ഷനിലേക്ക് പോവുക. SC/ST കാൻഡിഡേറ്റ്സ് ഒക്കെ ആണെങ്കിൽ പിന്നീട് നിങ്ങൾക്ക് ആ ഒരു പേയ്മെൻറ്റ് സെക്ഷനിലേക്ക് പോവേണ്ടി വരില്ല. എന്നാൽ ജനറൽ OBC കാൻഡിഡേറ്റ്സിന് ആ പറയുന്ന പേയ്മെൻറ്റ് സെക്ഷൻ കൂടി കംപ്ലീറ്റ് ചെയ്താൽ നിങ്ങളുടെ അപേക്ഷാ ഫോം കംപ്ലീറ്റ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് ഡെബിറ്റ് കാർഡോ അല്ലെങ്കിൽ ക്രെഡിറ്റ് കാർഡോ അല്ലെങ്കിൽ ഓൺലൈൻ പേയ്മെൻറ്റ് ഉപയോഗിച്ച് ആ ഒരു 850 രൂപ ഫീസ് കൂടി പേയ്മെൻറ്റ് നടത്താവുന്നതാണ്. അപ്പോൾ എന്തായാലും അവസാന തീയതിക്ക് മുന്നേ തന്നെ നിങ്ങൾ പേയ്മെൻറ്റ് നടത്തുക. ഇനിയല്ല നിങ്ങൾക്ക് ഓൺലൈൻ അപേക്ഷയോടൊപ്പം പേയ്മെൻറ്റ് നടത്താൻ സാധിച്ചില്ലെങ്കിൽ കൂടി അപ്ലോഡ് സെക്ഷനിൽ എത്തിക്കഴിഞ്ഞാൽ നിങ്ങൾ സേവ് കൊടുത്തതിന് ശേഷം നിങ്ങൾക്ക് എക്സിറ്റ് ആവാവുന്നതാണ്. പിന്നീട് റിക്രൂട്ട്മെന്റ് പേജിൽ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ഒരു ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് ഈ ഒരു പേജിലേക്ക് വന്നതിന് ശേഷം പിന്നീട് നിങ്ങൾക്ക് രജിസ്ട്രേഷൻ നമ്പർ നിങ്ങൾ ആദ്യത്തെ സ്റ്റേജിൽ നിങ്ങൾ അതെല്ലാം കംപ്ലീറ്റ് ചെയ്യുമ്പോൾ നിങ്ങളുടെ മെയിൽ ഐ ഡിയിലേക്ക് വരുന്നതായിരിക്കും. ആ ഒരു രജിസ്ട്രേഷൻ നമ്പറും പിന്നീട് നിങ്ങളുടെ പാസ്വേഡും ഉപയോഗിച്ച് നിങ്ങൾക്ക് ലോഗിൻ ചെയ്യാൻ സാധിക്കും. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ഇമെയിൽ ഐ ഡി കറക്റ്റായിട്ട് തന്നെ നൽകുക. അതിലേക്കായിരിക്കും നിങ്ങളുടെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ വരിക എന്നുള്ള കാര്യം നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ അത്തരത്തിൽ അത് പിന്നീട് എൻ്റർ ചെയ്ത് നിങ്ങൾക്ക് അവസാന തീയതിയായ സെപ്റ്റംബർ 3 മുൻപേ പേയ്മെൻറ്റ് നടത്താനുള്ള അവസരമുണ്ട്. അപ്പോൾ അത്തരത്തിൽ പേയ്മെൻറ്റ് കൂടി നടത്തിയതിന് ശേഷം സേവ് ആൻഡ് നെക്സ്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഫൈനൽ സബ്മിറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ആയിരിക്കും വരിക. ഫൈനൽ സബ്മിറ്റ് കൂടി ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിൻ്റെ അപേക്ഷാ ഫോം ആപ്ലിക്കേഷൻ ഫോം ഡൗൺലോഡ് ചെയ്തെടുക്കാൻ സാധിക്കും. ആ ഒരു കാര്യം നിങ്ങൾ കറക്റ്റായിട്ട് തന്നെ അവിടെയൊന്നും ഡൗൺലോഡ് ചെയ്തെടുത്ത് സൂക്ഷിക്കുക. പിന്നീട് നിങ്ങൾക്ക് ആവശ്യമായിട്ട് വരും. അപ്പോൾ അത്തരത്തിലാണ് നിങ്ങൾ ഓൺലൈൻ വഴി അപേക്ഷിക്കേണ്ടത്. അപ്പോഴെന്തായാലും യോഗ്യരായിട്ടുള്ള ആളുകൾ എത്രയും പെട്ടെന്ന് തന്നെ അപേക്ഷിക്കുക. പിന്നെ നിങ്ങൾക്ക് ഇതിൽ നിന്ന് ലഭിക്കുന്ന രജിസ്ട്രേഷൻ നമ്പറും പാസ്വേഡ് എല്ലാം നിങ്ങൾ കറക്റ്റായിട്ട് തന്നെ നോട്ട് ചെയ്ത് വയ്ക്കുക. നിങ്ങൾക്ക് റിക്രൂട്ട്മെന്റ് കഴിയുന്നത് വരെയും ആവശ്യമായിട്ട് വരും. അപ്പോൾ ആ ഒരു കാര്യം നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. പിന്നെ ഇടയ്ക്കിടയ്ക്ക് നിങ്ങൾ ഈ ഒരു വെബ്സൈറ്റ് ഒന്ന് ചെക്ക് ചെയ്യുക. നോട്ടിഫിക്കേഷനുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു റിക്രൂട്ട്മെന്റ് പേജിൽ നിന്നും അറിയുവാൻ സാധിക്കും. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു ജോബ് നോട്ടിഫിക്കേഷൻ വീഡിയോയിൽ പറയാനുള്ളത്. ഞാൻ എന്തായാലും ഈ ഒരു ഒഫീഷ്യൽ നോട്ടിഫിക്കേഷന്റെ ഡയറക്റ്റ് ലിങ്ക് ഞാൻ താഴെ നൽകാം. അപ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വിശദമായിട്ട് പരിശോധിച്ച് നോക്കാം. അതുപോലെ തന്നെ ഇപ്പോൾ നമ്മൾ പരിശോധിച്ച ഈ ഒരു റിക്രൂട്ട്മെന്റ് പേജിന്റെ ഡയറക്റ്റ് ലിങ്ക് ഞാൻ താഴെ നൽകാം. അങ്ങനെയാണെങ്കിൽ ഈ ഒരു പേജിൽ വന്നു കഴിഞ്ഞാൽ അപ്ലൈ ഓൺലൈൻ എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് അപേക്ഷിക്കാനും സാധിക്കും. എന്തായാലും ഇതിൽ പറഞ്ഞിരിക്കുന്ന ക്വാളിഫിക്കേഷൻസ് ഉള്ള സുഹൃത്തുക്കളിലേക്ക് കൂടി നിങ്ങൾ ഈ ഒരു ഇൻഫർമേഷൻ പരമാവധി ഷെയർ ചെയ്യുക. കാരണം നിങ്ങൾക്ക് അല്ലെങ്കിൽ മറ്റൊരാൾക്ക് ഈ ഒരു ഇൻഫർമേഷൻ അല്ലെങ്കിൽ ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിരിക്കും. അപ്പോൾ എന്തായാലും എക്സ്പീരിയൻസ് ആവശ്യമില്ലാത്ത പോസ്റ്റുകളിലേക്ക് ഫ്രഷേഴ്സിന് അപേക്ഷിക്കാവുന്നതാണ്. മറ്റ് പോസ്റ്റുകളിലേക്ക് എക്സ്പീരിയൻസ് ഉള്ളവർക്കുമാണ് അപേക്ഷിക്കാൻ കഴിയുക. യോഗ്യരായിട്ടുള്ള എല്ലാ ആളുകളും അപേക്ഷിക്കാൻ ശ്രമിക്കുക. അവസാന തീയതിക്ക് മുന്നേ തന്നെ അപേക്ഷിക്കാൻ ശ്രമിക്കുക. മറ്റൊരു ജോബ് നോട്ടിഫിക്കേഷൻ വീഡിയോയുമായി വീണ്ടും വരാം. നന്ദി, നമസ്കാരം.